കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി തെരച്ചിൽ ഊർജിതം. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി. റഡാർ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് NDRF, ഫയർഫോഴ്സ്, പോലീസ്, നേവി എന്നിവരുടെ സംയുക്ത തിരച്ചിൽ പുനരാരംഭിച്ചത്. അർജുനടക്കം 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. Going on, there is a missing complaint of both a person as well as the lorry. So adu 3 people missing idare. Adaralli in that 1 person is this. So we are doing the rescue operations. Don't blame that they are not working. They are working by 24/7. Night also we cannot work because siding we cannot say that Baba how it will come and all this. This is a mistake. What we are during the road construction, this mistake has happened. For that mistake, our people are suffering. During the construction, when the blasting happens, it leaves one connectivity of the mud, it slowly opens. And when the water pours inside, it will crack in between and it will collapse. KV ബൈജു ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. ബൈജു, വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ടോമെ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രി കുമാരസ്വാമി ഈ പ്രദേശം ഇപ്പോൾ സന്ദർശിച്ച് മടങ്ങുന്നതാണ്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അതിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ അപകടം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കാനായി എത്തിയത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ഊർജിതമായ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത് അത്തരത്തിൽ വലിയ ഊർജിതമായ തിരച്ചിൽ തന്നെയാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു ലോറിയുടെ സിഗ്നൽ ലഭിച്ചു എന്നത് തന്നെയാണ്. ഈ വാർത്ത നമ്മൾ തന്നെയാണ് ആദ്യം പുറത്തുവിടുന്നതും. എന്തായാലും നിരവധി ആളുകളാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് തത്സമയം കാണാം. നിരവധി ആളുകൾ നിരവധി വാഹനങ്ങളിലും മറ്റുമായി ഇപ്പോൾ ഇവിടത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കന്നഡ ചാനലുകളും ഇന്ന് രാവിലെ മുതൽ സജീവമാണ് ഈ വാർത്തയിൽ. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇതിപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തോടുകൂടി ഉള്ള ഒരു പ്രദേശമാണ്. ഇതിനപ്പുറം ആർക്കും തന്നെ പ്രവേശനമില്ല. ഇവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. പോലീസ് പ്രത്യേക ബാരിക്കേഡ് തീർത്ത്. എന്നാലും കുമാരസ്വാമിയുടെ വാഹന വ്യൂഹമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ ഊർജിതമായ തെരച്ചിലാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വലിയ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഇന്ന് കൊണ്ടുവന്നതും ഇത്തരത്തിൽ തെരച്ചിലിനായി ഉപയോഗിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഈ ലോറിയുടെ ഒരു പൊസിഷൻ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ പ്രദേശത്താണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നത്. 5ഉം 6ഉം JCB ഉപയോഗിച്ച് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. ചൊവ്വാഴ്ചയാണ് ഈ അപകടം നടന്നത്. ഇപ്പോൾ 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ അർജുനും ഉൾപ്പെടെ കാണാതായിട്ട്, ലോറിയും അർജുനും ഉൾപ്പെടെ കാണാതായിട്ട്. കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പുഴയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. പുഴയിൽ ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ട്. അത് കണ്ടവരുണ്ട് അത്തരത്തിൽ ഒഴുക്കിൽപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേവിയുടെ സംഘം ഇത്തരത്തിൽ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഈ ലോറി ഉള്ള സ്ഥലം ഏകദേശം സൂചന നമുക്ക് ലഭിക്കുന്ന ലോറി എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ആ സ്ഥലത്ത് മണ്ണുകൾ മാറ്റാനുണ്ട്. വലിയ തോതിൽ മണ്ണുകൾ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമാണ് ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ സമയമെടുക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ആ മണ്ണ് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേരത്തെ ജില്ലാ കളക്ടറും ഒപ്പം SP-യും പങ്കുവച്ചത്. ഏതായാലും ദൃശ്യം, ഈ മുകളിലുള്ള ദൃശ്യം നമ്മൾ ആണ് ആദ്യം പുറത്ത് വിടുന്നത്. ഈ സംഭവം ഈ 3 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഷിരൂരാണ്. ഷിരൂരിന്റെ 3 കിലോമീറ്റർ മാറിയാണ് അപകടം നടന്ന ആ സ്ഥലത്തേക്ക് ഇപ്പോൾ കയറ്റിവിടുന്നില്ല. ഇന്ന് 11:30 കൂടിയാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചത്.
സാധിച്ചത്. തത്സമയം അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനും കഴിഞ്ഞു, പ്രേക്ഷകർക്കായി നൽകാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ പറയും. ഒരു പുഴ, സമീപ പ്രദേശത്തെ പുഴ പൂർണ്ണമായും മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. വലിയ ഉരുളൻ കല്ലുകളും അതുപോലെ തന്നെ ചെളി നിറഞ്ഞ ഒരു കാലാവസ്ഥയുമാണ്. ഏതായാലും വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ഏത് സമയത്തും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നമ്മളെല്ലാം തന്നെ അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് നടന്നിട്ട് 3-4 ദിവസമാകുന്നു. ഇത്രയും ദിവസമായിട്ടും ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടായില്ല, ഊർജിതമായ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല. മാധ്യമങ്ങളടക്കം ശ്രദ്ധ ചെന്നത് പിന്നെയാണ് അല്പം ഊർജിതമായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായതെന്ന വിമർശനമൊക്കെ ഉയർന്നിരുന്നല്ലോ. ഇത് ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? അവിടുത്തെ കാലാവസ്ഥ ഏതെങ്കിലും രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ ബൈജു? ടോമെ, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കാലാവസ്ഥയിൽ നല്ല കാലാവസ്ഥയാണെന്നുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ചെറിയ ചാറ്റൽ മഴ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും ചാറ്റൽ മഴയുണ്ട്. പക്ഷെ അതേതെങ്കിലും ഇത്തരത്തിൽ തിരച്ചിലിനെ ബാധിക്കില്ല. കാരണം അത്രത്തോളം പ്രതിരോധമായ ഒരു കാലാവസ്ഥയല്ല ഉള്ളത്, അനുകൂല കാലാവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോഴും കലക്ടർ വ്യക്തമാക്കിയത്. ചാറ്റൽ മഴ മാത്രമാണ്. വലിയ മൂടിക്കെട്ടിയ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. തുടർച്ചയായ 4-5 ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലേറ്റവും ടോം സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ചൊവ്വാഴ്ച രാവിലെ 8:30 നടന്ന ഒരു അപകടം, അതിനുശേഷം അന്ന് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി 7 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുന്നിന് താഴെ ഒരു ചായക്കടയുണ്ടായിരുന്നു. ഈ ചായക്കട കേന്ദ്രീകരിച്ചാണ് ഇവിടെ ലോറികളൊക്കെ എത്തിയാൽ താവളമാക്കുന്നതും ഇവിടെ വിശ്രമിക്കുന്നതുമൊക്കെ. അങ്ങനെയാണ് അർജുന്റെ വാഹനവും ഇവിടെ എത്തിയതും പുലർച്ചെ 3 മണിക്ക് ഇവിടെ വിശ്രമിക്കാനായി ഇവിടെ ലോറി നിർത്തിയിട്ടതും. അപ്പോഴാണ് 8:30 വലിയ മല ഇടിഞ്ഞ് ഈ താഴേക്ക് പതിച്ചത്. എന്തായാലും ഈ മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതേസമയം അർജുന്റെ കാര്യത്തിൽ അർജുൻ ജീവനോടെ പുറത്തേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമല്ല, അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴ അത് വലിയ തോതിൽ ബാധിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും ആ പ്രദേശത്ത് ഭീകരാവസ്ഥയാണ്. ആ പ്രദേശത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നു. കിലോമീറ്ററോളം ദൂരമാണ് ഈ വലിയ മലയുടെ ഭാഗം അടർന്ന് താഴേക്ക് വീണത്. അത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ റോഡ്, നമ്മൾ ഈ കാണുന്ന റോഡ് പൂനെ മംഗളൂരു എല്ലാ വാഹനങ്ങളും ഈ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ്. ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് വലിയ തോതിലുള്ള വാഹനങ്ങൾ ഇതുവഴി ഉണ്ടായിരുന്നില്ല. രാവിലെ 8:30 ആയതുകൊണ്ട് തന്നെ പല ലോറികളും ഈ സമയത്ത് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. 9-10 മണിയാകുമ്പോൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരു ഡ്രൈവർ തന്നെ നമ്മോട് പറഞ്ഞത് 1 മണിക്കൂർ വൈകി, അതുകൊണ്ട് താൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. അദ്ദേഹം ഇപ്പോഴും നമുക്ക് അരികിലായ ഒരു സ്ഥലത്ത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാഹനം, പത്തനംതിട്ട സ്വദേശിയാണ്, വാഹനം നിർത്തിയിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുകയാണ്. ഇവിടുന്ന് ഈ ഭാഗങ്ങളിലൂടെ വേണം അപ്പുറത്തേക്ക് കടക്കാൻ. പക്ഷെ ആ വഴി ഈ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെങ്കിൽ വലിയ തോതിലുള്ള പ്രവർത്തികൾ നടത്തേണ്ടിയിരിക്കുന്നു. കിലോമീറ്ററോളം ദൂരത്തിൽ ചെളിയും മണ്ണും കല്ലും റോഡിൽ പതിച്ചിരിക്കുന്നു. പക്ഷെ മാത്രമല്ല ആ ഭാഗങ്ങളിൽ വീണ്ടും മലയിടിച്ചിലിന് സാധ്യതയുണ്ട്. അത്തരത്തിൽ മലകൾ ഇളകി നിൽക്കുന്ന ഭാഗത്തിൽ കാണാം. നമ്മൾ തന്നെ അവിടെ എത്തുമ്പോൾ ഈ രക്ഷാപ്രവർത്തകർ നമ്മോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോകാനാണ് പറഞ്ഞത്. കാരണം ഏത് സമയത്തും ഒരു ദുരന്തം ഉണ്ടാകുന്ന ഇത്തരത്തിൽ മലകൾ താഴേക്ക് പതിക്കാനായ ബൈജുലേക്ക് മടങ്ങിയെത്താം. ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ട്രക്ക് ഡ്രൈവർ ഹംസയുടെ പ്രതികരണം ഒന്ന് കേൾക്കണം. കാരണം ഇവിടെ തുടർച്ചയായി ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന പ്രദേശമാണ്. യാത്ര വൈകിയത് കൊണ്ട് മാത്രമാണ് ഷിരൂർ അങ്കോലയിലെ മണ്ണിടിച്ചിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് പത്തനംതിട്ട സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ ഹംസ പറയുന്നത്. സ്ഥിരമായി വിശ്രമിക്കാറുള്ള പ്രദേശമാണ് ഷിരൂർ. പുതിയ പാത വന്നതിന് ശേഷം പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ടെന്നും ഹംസ പ്രതികരിച്ചു. ഹംസയുടെ വാക്കുകളിലേക്ക്. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളിവിടെ വെളുപ്പിന് 3 മണിക്ക് കയറി വെള്ളമെടുത്ത് ബാക്കിയുള്ള ഇതെല്ലാം കഴിഞ്ഞ് പോയതാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം 1 മണിക്കൂർ താമസിച്ച് ഇല്ലെങ്കിൽ ഞങ്ങളും ഈ സംഭവത്തിൻ്റെ അകത്ത് ഉൾപ്പെടേണ്ട. ഇവിടെ നമ്മൾ അങ്ങോട്ട് കടത്തി വിടത്തില്ല. പോലീസുകാർ പിന്നെ വണ്ടി തിരിച്ച് വിട്ട് പിന്നെ മല വഴിയൊക്കെ കറങ്ങിപ്പോകണം. അത് കാരണം 5 ദിവസം കൊണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. സ്ഥിരം വരുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെയാണ് കൂടുതലും മണ്ണിടിച്ചിൽ. ഇവിടെ ഇടിയും എല്ലാപ്പുരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇടിയും. പിന്നെ ഇവിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊന്നും ചെയ്തു തരാറില്ല.
അതേപോലെ അവരിപ്പോൾ അവിടെ ചെന്നു വണ്ടി തിരിച്ചു ഇവിടെ കൊണ്ടുവിട്ടു അവരവരുടെ ഇതിന് പോയി. ഇവര് അപകടം നടന്ന് 7 പേർ മരിച്ചു. വലിയ തോതിലുള്ള ഗതാഗത തടസ്സമുണ്ടായി. ഇത്രയും ദിവസമായിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ പോകാനോ അല്ല മറ്റുള്ള ഇതെല്ലാം അവരുണ്ടാക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു സംവിധാനം ഇത്രയും ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടെ വന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടി എത്തിയ ഈ സംഭവം നടക്കുന്നത് 8:45. ആ സമയത്ത് നമ്മൾ എത്തണ്ട. ഇവിടെ നമ്മുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും. ഇഷ്ടം പോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോയി ഓരോരുത്തർക്ക് താന്നും ഇതൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. കെ വി ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഈ ട്രക്ക് ഡ്രൈവർ ഹംസ പറഞ്ഞത് പതിവായി ഈ പുതിയ പാത വന്ന ശേഷം ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇതുപോലുള്ള ഒരു അപകടം ഇതിനു മുൻപ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെ? തീർച്ചയായും ഈ കാലവർഷത്തിൽ വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ദേശീയപാതയിൽ ഈ പ്രദേശങ്ങളിലെല്ലാം നിൽക്കുന്നത്. പ്രധാനമായും ഈ വലിയ കുന്നുകൾ അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ച് റോഡ് നിർമ്മിച്ച രീതിയിലാണുള്ളത്. ഈ അപകടം നടന്ന പ്രദേശം തന്നെ നമുക്ക് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം ഒരു ഭാഗം മുഴുവൻ പുഴയാണ്, വലിയ തോതിലുള്ള കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ്. അതിന് തൊട്ട് സമീപത്തായാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. ആ മല അശാസ്ത്രീയമായ രീതിയിൽ കുത്തനെ ചെരിവില്ലാത്ത രീതിയിൽ കുത്തനെ ഇടിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വലിയ മല താഴോട്ട് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ടവർ, ഇതിന് മുകളിലുണ്ടായ വലിയ ടവറൊക്കെ താഴേക്ക് പതിച്ച ഒരു രീതിയാണ്. അത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലവും അപകടകരമായ ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ചെമ്മണ്ണ് അത് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന രീതിയിലാണ്. ഇവിടെയും പോലീസ് നമ്മളെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു മലയിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഏറ്റവും അടുത്തൊരു 3 കിലോമീറ്റർ മാറിയാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ശിരൂരിലെ ഈ സ്ഥലം. ഈ അപകടത്തിന് സമീപം തൊട്ട് അടുത്താണ്. ഇപ്പോൾ എന്തായാലും ഈ അർജുനെ കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്നു മുതലാണ് ഈ അന്വേഷണം, ഈ അർജുനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയത്. ഇന്നലെയൊക്കെ മന്ദഗതിയിലായിരുന്നു. 3 JCB ഉപയോഗിച്ച് മേൽമണ്ണ് മാത്രം നീക്കം ചെയ്യുന്ന ഒരു തരത്തിൽ പ്രവർത്തനമായിരുന്നു നടന്നത്. അത് 9 മണിയോടുകൂടി തന്നെ ആ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് പുലർച്ചെ 6:30 തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. 100ഓളം NDRF ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം ഫയർഫോഴ്സ്, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഈ ശിരൂരിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രത്യേകത. 16-ാം തീയതി അപകടം നടന്ന സമയത്ത് അന്ന് വൈകിട്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ഇവർ തിരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം കേരളത്തിൽ നിന്നും ഉള്ള അർജുൻ ഇത്തരത്തിൽ ലോറിയുമായി ഈ കാണാതായിട്ടുണ്ട്, ഈ മണ്ണിടിച്ചിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത വരികയും പിന്നീട് വലിയ ഇടപെടലുകൾ ഉണ്ടായതും ചെയ്തതോടുകൂടിയാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കിയത്. അതിനുശേഷം ഇന്ന് വലിയ തോതിലുള്ള ഏതായാലും തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും SP, കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്താണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ ഉടൻ തന്നെ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ഏതായാലും ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നമ്മൾ അവിടെ നിന്നും താഴെ ഇറങ്ങിയിട്ട് ആ ലോറി ഉണ്ട് എന്ന ലൊക്കേഷൻ, അതായത് ഈ ഇത്തരത്തിൽ റഡാറിൽ കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ കൃത്യമായ മണ്ണെടുക്കുന്നത്. മണ്ണെടുത്തതിന് ശേഷം ആ ലോറി കണ്ടെത്താനാകുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമ്മോട് അവർ പങ്കുവെച്ചത്. കുടുംബത്തിലെ 2 പേർ ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട്. ബാക്കി എല്ലാവരെയും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇവരോടും ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചിത്രീകരിക്കുകയോ മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യരുതെന്ന കർശന നിർദ്ദേശത്തോടു കൂടിയാണ് ആ പ്രദേശത്തേക്ക് അവരെ കൊണ്ടുപോയതും. നമ്മളെ തന്നെ ഇവിടുത്തെ കാർവാർ MLA ഇടപെട്ട് പോലീസ് ഇത്തരത്തിൽ അവിടത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹമാണ് നമ്മളെ ആ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം ഇടപെട്ടതുകൊണ്ടാണ് അവിടെ പോകാൻ കഴിഞ്ഞതും അവിടുത്തെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും. ഏതായാലും രാവിലെയൊക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ആ സമയത്താണ് നമുക്ക് അവിടെ എത്താൻ സാധിച്ചതും തത്സമയം എല്ലാ ദൃശ്യങ്ങളും നമുക്ക് നൽകാൻ സാധിച്ചതും. എന്തായാലും വലിയ തോതിലുള്ള ഒരു അപകടം തന്നെയാണ് നടന്നതെന്ന് ദൃശ്യങ്ങൾ കൃത്യമായി ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ രീതിയിൽ വലിയ ചെളിയും മണ്ണും കല്ലും ഒക്കെ റോഡിൽ സൈഡിൽ കാണാം. എന്തായാലും ഇതുവഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കണമെങ്കിൽ ഇനി ദിവസങ്ങളോളം എടുക്കും, ചിലപ്പോൾ ആഴ്ചകളോളം എടുക്കാനാണ് സാധ്യത. അത്തരത്തിൽ മണ്ണും ചെളിയും ഒക്കെ ഇവിടെ കെട്ടി കിടക്കുന്നുണ്ട്. ഒരു കിലോമീറ്ററോളം 1-2 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഏതായാലും ഒരു ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവ ഈ ഭാഗത്താണ്. തിരിച്ച് അപ്പുറം ഭാഗം മംഗളൂരിൽ നിന്നും വരുന്ന ഭാഗമാണ്. ആ ഭാഗത്തും നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 വശത്തുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട
നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഇനി മറ്റിടങ്ങളിലെ മണ്ണ് നീക്കുന്നതൊക്കെ നിർത്തിവെച്ച് ലോറി കണ്ടെത്തി എന്ന് റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇപ്പോൾ കൃത്യമായി മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് മുഴുവൻ നീക്കിയതിന് ശേഷം ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ അർജുനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് കുടുംബങ്ങളും ഒപ്പം ബന്ധുക്കളും നമ്മൾക്കും ഏതായാലും പങ്കുവെക്കാനുള്ളത്. ടോം. അത് തന്നെയാണ്, കുടുംബം വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. കാരണം ഇത്രയും സമയമായി ഈ അർജുനെ കാണാതായിട്ട്, പക്ഷെ അതിന്റെ ആശങ്ക അവർക്കുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥ ഉണ്ടായതായി അർജുന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. നിർണായകമായ ആദ്യ 48 മണിക്കൂറിൽ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം ഉണ്ടായതായാണ് കുടുംബം പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷ വന്നെങ്കിലും രാത്രിയോടെ തെരച്ചിൽ നിർത്തുകയായിരുന്നുവെന്നും അർജുന്റെ സഹോദരി പ്രതികരിച്ചു. തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് സംഭവസ്ഥലത്തുള്ള അർജുന്റെ ഭാര്യ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ജിതിൻ വ്യക്തമാക്കി. ഇന്നലെ ശരിക്കും കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ ന്യൂസിന്റെയും നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റിന്റെയും ജനപ്രതിനിധികളുടെ ഇടപെടലുകളും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഉണ്ട്, ഞാൻ പ്രതീക്ഷ അവനെ ജീവനോട് തിരിച്ചു കിട്ടുന്ന 100% വിശ്വാസമുണ്ട്. ജീവന്റെ എന്തെങ്കിലും കണിക നിലനിർത്താനുള്ള അത് അർജുനാണ് നിലനിർത്തുക. ശ്രമിക്കുന്നുണ്ടാവും, എല്ലാവരും അവരുടെ രീതിയിൽ ശ്രമിക്കും. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു ആള് പറഞ്ഞത് കൊണ്ടോ ഇന്നാള് പറഞ്ഞത് കൊണ്ടോ ഇല്ലാന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കുടുംബത്തിൽ ഞാനുണ്ട്, അർജുന്റെ അനിയനുണ്ട്, അർജുന്റെ ഒരു കസിനും ഉണ്ട്. അർജുൻ ജീവനോടെ തന്നെ തിരിച്ച് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. ഒപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നതും. ഇന്നേക്ക് 5 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഭയങ്കര അനാസ്ഥ അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഒരു തെരച്ചിൽ വലിയ രീതിയിൽ നടക്കുന്നത്. ഈ ഒരു തെരച്ചിൽ അന്ന് മുതലേ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു 48 മണിക്കൂർ ഭയങ്കര ഡിലേ ആണ് വന്നത്. നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ അവനെ കണ്ടു കിട്ടിയിട്ട് ഇത് നിർത്തൂന്ന് വിചാരിച്ചു. എന്നെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല. ആസ് എ കോമൺ പീപ്പിൾ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മുതൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഡിയയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലോ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ഒരു പോലീസ് ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ചു. അവരുടെ അടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെനയാന്ന് സാറിന്റെ പോയി കാണുന്നതും അതിനുശേഷമുള്ള ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആ ഒരു സ്ഥലത്തെത്തിയത്. റെസ്ക്യൂ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. കർണാടക ശിരൂരിലെ തെരച്ചിലിൽ കർണാടക സർക്കാരിന് വീഴ്ചയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. കർണാടക മുഖ്യമന്ത്രിയുമായും ഉപമുഖ്യമന്ത്രിയുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അത്യന്തം പ്രതികൂല കാലാവസ്ഥയാണ് തെരച്ചിലിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതിനിടെ നിരവധി ജനപ്രതിനിധികളാണ് അർജുന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് രംഗത്ത് എത്തുന്നത്. കേരളത്തിന്റെ ഒന്നാകെ പ്രാർത്ഥന അർജുന്റെ കുടുംബത്തോടൊപ്പമുണ്ട്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനിടെ മന്ത്രി A.K. ശശീന്ദ്രനും അർജുന്റെ വീട് സന്ദർശിച്ചു. കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിവരം അറിഞ്ഞത് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും മറ്റ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഈ പ്രശ്നത്തിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിന് ഫലമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയ മാധ്യമപ്രവർത്തകന്മാരുൾപ്പെടെ പറയുന്നത് അങ്ങോട്ട് പോകൽ ദുഷ്കരമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഭാഗത്തിലാണ് അവിടുത്തെ ഒരു ഭാഗത്തെ മലയുള്ളത്, മറുവശത്ത് നദിയുമാണുള്ളത്. അപ്പോൾ അവിടെ ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രിക്കാത്ത തരമില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുക എന്ന നടപടിയിൽ കവിഞ്ഞ് മറ്റൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. എന്നാലും കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും DGPയുടെ ഓഫീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രക്ഷാദൌത്യം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, കേരള സർക്കാരും കർണാടക സർക്കാരും അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ നേരത്തെ കുടുംബം, അർജുന്റെ സഹോദരി പറഞ്ഞതുപോലെ
സർക്കാരിന്റെ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇത് മാധ്യമങ്ങൾ നമ്മൾ പോലും അറിഞ്ഞത് 2 ദിവസം പിന്നിട്ട ശേഷമാണ്. ഈ കുടുംബത്തിന് ഈ അർജുനെ ഈ അപകടത്തിൽപ്പെട്ട വിവരം അറിയാൻ വൈകിയോ, ഈ രക്ഷാപ്രവർത്തനം വൈകിയോ, എന്താണ് ആ സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സമീപവാസികളടക്കം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്? ഏതെങ്കിലുമുള്ള വീഴ്ച രക്ഷാപ്രവർത്തനത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും ടോമെ, ഇതിൽ ഏറ്റവും എടുത്ത് കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുണ്ടായ ഈ ഇടപെടൽ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഫലപ്രദമായി ഇപ്പോൾ ഈ തെരച്ചിലിന് ഇന്ന് ഇത്തരത്തിൽ വേഗത കൈവരിച്ചതും. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 16-ാം തീയതി സംഭവം നടന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 7 പേർ മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ട് അന്ന് വൈകുന്നേരം തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ പിന്നീട് ഈ നമ്മൾ കേരളത്തിൽ നിന്നും ഒരാളെ കാണാതായെന്നും ഇത്തരത്തിൽ ലോറി ഉൾപ്പെടെയാണ് കാണാതായിട്ടുള്ളതെന്നുമുള്ള വാർത്ത പുറത്തു വരികയും അതിനെ തുടർന്ന് ജനപ്രതിനിധികളും മന്ത്രിമാരും ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടലും ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നലെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ തിരച്ചിൽ ഒന്ന് ആരംഭിച്ചത് തന്നെ. അതിനുശേഷം ഇന്നലെ വളരെ മന്ദഗതിയിലായിരുന്നു തിരച്ചിലുണ്ടായിരുന്നു. 2-3 JCB മാത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന രീതിയിലായിരുന്നു. അതിനെതിരെ ശക്തമായി കുടുംബം പ്രതികരിച്ചു, കുടുംബം രംഗത്ത് വന്നു. നമ്മളും ഇത് സംബന്ധിച്ച് വലിയ വാർത്തകൾ നൽകി. എന്തായാലും ഈ 300ഓളം കിലോമീറ്റർ ദൂരം നമ്മളും ഇവിടെ എത്തിയത് ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം അധികാരികൾക്കുണ്ട്. അത് നമ്മളെ കൊണ്ടും അത്തരത്തിൽ വാർത്തകൾ നൽകി ഇവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇത്രയും വലിയൊരു സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചതും റഡാർ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിച്ചതും. അതായത് മംഗളൂരിൽ നിന്നാണ് ഈ റഡാർ കൊണ്ടുവന്നത്. അത് തീർച്ചയായും കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ സമ്മർദ്ദം ഉണ്ടാക്കി. KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. മന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ഇടപെട്ടിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് തിരച്ചിൽ ഊർജിതമാക്കിയതെന്ന് പറയേണ്ടി വരും. ഇന്ന് രാവിലെയാണ് യഥാർത്ഥത്തിൽ ഈ തിരച്ചിലിന് ഒരു വേഗത കൈവന്നത്. അപ്പോൾ തന്നെ ഈ ലോറി എവിടെയാണെന്ന് തരത്തിലുള്ള റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കും പങ്കുവെക്കാനുള്ളത്. നമ്മൾ ആ സ്ഥലത്ത് പോയ സ്ഥിതിക്ക്, ആ കാര്യങ്ങൾ കണ്ട സ്ഥിതിക്ക് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു മൺകൂന ഇപ്പോൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മൺകൂന മാറ്റിയാൽ ഒരു പക്ഷേ ഇതിനകത്ത് ഈ അർജുൻ സഞ്ചരിച്ച ലോറി ഉണ്ടാകും. ഇനി ആ ലോറി ഏത് അവസ്ഥയിലായിരിക്കും, എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലായിരിക്കും, അല്ല സുരക്ഷിതമായി ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളിലേക്ക് ഒക്കെ ഇനി അറിയണമെങ്കിൽ ഈ ലോറി പുറത്ത് എടുക്കണം. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ ടീമുണ്ട്. അത്തരത്തിൽ മുഴുവൻ സജ്ജമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കുമാരസ്വാമി അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ ശ്രദ്ധ ഈ കാര്യത്തിൽ വന്നിരിക്കുന്നു. അത് മാധ്യമ ഇടപെടൽ ഇതിന് വലിയൊരു പങ്ക് വഹിച്ചു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവിടുത്തെ കന്നഡ ചാനലുകളിലൊന്നും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഭാഗത്തുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് അവരും സജീവമായത്. അതോടുകൂടിയാണ് ഇത് വീണ്ടും ഈ വിഷയം ചൂടുപിടിച്ചതും ഇത്തരത്തിൽ ഊർജിതമായ തിരച്ചിലിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നതും. എന്നാലും ഇന്ന് രാത്രിയും ഈ തിരച്ചിൽ തുടരുമോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതായത് അതിന് മുമ്പ് തന്നെ ഈ ലോറി കണ്ടെത്തുമോ? ഇപ്പോഴും ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് കൂടുതൽ വിവരം അതിന് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് നമുക്ക് അവിടുന്ന് വിവരങ്ങൾ ലഭിക്കും. ഏതായാലും ദൃശ്യങ്ങൾ മറ്റും അവിടെ പോയി ചിത്രീകരിക്കാനുള്ള സാധ്യതയില്ല. കാരണം അത്രത്തോളം ഒരു മണ്ണിടിച്ചൽ ഭീഷണി ആ ഭാഗത്ത് നിലനിൽക്കുന്നത് നേരിട്ട് നമ്മൾ കണ്ടതുമാണ്. ആ രീതിയിൽ അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. താഴെ ഇളകി വീണ കല്ലുകളും വീണ്ടും താഴേക്ക് പതിക്കാൻ രീതിയിൽ അവിടെ നിരവധി കല്ലുകൾ, അതുപോലെയുണ്ട് മരങ്ങളുണ്ട്. അതുപോലെ ഈ വലിയ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ആ ഭാഗത്ത് കാണാം. ഒരു ഭാഗം, അതായത് ദേശീയപാതയുടെ 4 വരി ദേശീയപാതയുടെ 2 വരി ഭാഗം കാണാനേയില്ല. മുഴുവൻ മണ്ണ് മൂടിയ അവസ്ഥയാണ്. ഒപ്പം പുഴയിലും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലെല്ലാം വെള്ളത്തിലും ഇത്തരത്തിൽ മണ്ണ് മൂടിയ അവസ്ഥയാണ്. ഏതായാലും ഈ 2-3 വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാരും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റിടങ്ങളിലും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഏതായാലും തുടരുന്നുണ്ട്. ഒരു ലോറി പോലുള്ള വസ്തുവാണ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അർജുന്റേതായിരിക്കുമെന്ന ഒരു നിഗമനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ആ ലോറിയുടെ ഉടമ മനാഫിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. മനാഫ് ഈ സംഭവം അറിഞ്ഞ ശേഷം ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നും മനാഫിന്റെ പ്രതികരണത്തിലേക്ക്. ലോറിയുടെ ഉടമ മനാഫാണ് ന്യൂസ് 8നോടൊപ്പം ചേരുന്നത്. ഏതായാലും മനാഫ്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ടൈം ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡായിട്ട് ഇതാക്കി എടുക്കാൻ പറ്റും.
എത്രത്തോളം മണ്ണ് മാറ്റാനുണ്ട്? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? മണ്ണ് മാറ്റാനുള്ള അധികം മണ്ണൊന്നുമില്ല. ഏത് GPS ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണെങ്കിൽ അധികം മണ്ണില്ല. നമ്മളെ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മണ്ണില്ല. പക്ഷെ കുറച്ച് ഉള്ളോട്ടേക്കാണ്. കാരണം ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് വേറെയും 10 ആളോളം ഇഞ്ഞും അതിൻ്റെ ഉള്ളിലുണ്ട്, 10-ൽ കൂടുതൽ ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലോക്കൽ ഒരാൾ വന്നിട്ട് കുറച്ച് കളക്ടറായിട്ടൊക്കെ ചൂടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ചായപ്പീടിയുണ്ട്, ആ പീടിയൻ്റെ മേലേക്കാണ് ഈ ഭാഗത്തുള്ള മണ്ണ് എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിലെ ആളുകൾ ഉണ്ടെന്ന് അന്ന് മുതലേ പറയുന്നുണ്ട്. അതിനെ പിന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും വേറെ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വലിയൊരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് അർജുൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞത്. എത്രത്തോളം കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കും ആ പ്രതീക്ഷയുണ്ട്? ഇല്ല, ഇതിപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ 5 ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. 5ാമത്തെ ദിവസം സ്റ്റാർട്ടായി. ഇത് ഇപ്പോഴും നമ്മൾ കാത്തു നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അതിൻ്റെ കമ്പനീൻ്റെ ആളുകൾ പറയണ്. ആ പ്രതീക്ഷയും പിന്നെ അതേമാതിരി അതിലിപ്പോൾ എല്ലാ സാധനവും വണ്ടിൻ്റെ ഉള്ളിലുണ്ട്. വെള്ളമുണ്ട്, ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. വണ്ടിൻ്റെ ക്യാബിൻ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് കമ്പനി പറയണ്. വലിയ കല്ലൊന്നും വന്ന് അടിച്ചാലേ ആ ക്യാബിൻ ഉടയുള്ളൂ എന്നും പറയുന്നു. വലിയ ക്യാബിനൊന്നും പരിക്കില്ലെങ്കിൽ ചാൻസ് ഉണ്ട്, നമ്മളിപ്പോഴും ചാൻസ് ഉണ്ട്. ഇന്നലെ വരെ മൊബൈൽ റിങ് ചെയ്തിക്കണമെന്നാണ് എല്ലാവരും പറയണത്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തായാലും ചാൻസ് ഉണ്ട്. എന്തായാലും ജീവന്റെ തുടിപ്പ് ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളും ഒപ്പം ഇതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ ഊർജിതമായ തെരച്ചിൽ വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നതും. KB ബൈജു ആണ്. KB ബൈജുവിനൊപ്പമാണ് ഈ ലോറിയുടെ ഉടമ മനാഫ് ചേർന്നത്. വലിയ പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അർജുന് വേണ്ടി കുടുംബവും കേരളക്കര ഒന്നാകെയും കാത്തിരിക്കുന്നു. നമ്മുടെ മലയാളികളുടെ ഒന്നടങ്കം പ്രാർത്ഥന അർജുന് വേണ്ടിയുണ്ട്. അർജുൻ ജീവനോടെ മടങ്ങിയെത്തുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ്. ന്യൂസ് 18നും അർജുന്റെ കുടുംബത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. അർജുൻ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. സ്പോട്ട് ലൈവിൽ